ഹലോ പോസിറ്റീവ് സോൾസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. മായ സ്റ്റാരറ്റ് നോക്കുന്നവർക്കാണെങ്കിൽ അറിയാം, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും അഗെയിൻ വെൽക്കം. ഇപ്പോൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 കാർഡ്സാണ്. അപ്പോൾ നിങ്ങളിതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിലിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തയ്ക്കുള്ള ഒരു അല്ലെങ്കിൽ ആ മനസ്സിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം. സോ നമ്പർ 1 ആണ് ചൂസ് ചെയ്തിട്ടുള്ളവരെങ്കിൽ 5 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ടെൻഷൻസ് നിങ്ങളെ മാനസികമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 ഓഫ് സോഡ്സ് എനർജിയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അത് വേണ്ടിയിരുന്നില്ല, അത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അവരെ അത് വിഷമിപ്പിച്ചു എന്നുള്ള ചിന്ത, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഗിൽറ്റി കോൺഷ്യസ്നെസ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തോ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു നഷ്ടം വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കാം, അങ്ങനെ ചെയ്താൽ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത്, യു മേ ഫൈൻഡ് ദാറ്റ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെസൺ എന്നുള്ള രീതിയിലായിട്ട് കരുതി മുന്നോട്ടേക്ക് പോവുക. നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അതൊരു ലെസൺ ആണ് എന്നുള്ള രീതി, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. അതിനുശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഒരു ചിന്ത മനസ്സിലിട്ടുകൊണ്ട് നടന്നാൽ പ്രത്യേകിച്ച് അതിന് പ്രയോജനമൊന്നുമില്ല. മറിച്ച് ദിസ് ഈസ് ആൻ എക്സ്പീരിയൻസ് എന്നുള്ളത് മനസ്സിലാക്കി മൂവ് ഫോർവേഡ് ഇൻ ലൈഫിൽ മുന്നോട്ടേക്ക് പോകും. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഇനി നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പലപ്പോഴും പലരും നിങ്ങളുടെ സംസാര രീതി മറ്റുള്ളവർക്ക് അത്രയും പിടിക്കുന്നുണ്ടാവില്ല എന്നുള്ള രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജി അല്ല. കാരണം യു ആർ സ്ട്രെയിറ്റ് ഫോർവേഡ്. നിങ്ങൾ വളരെയധികം കോൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ വളരെ ക്ലിയർ ഹെഡഡ് ആണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ. നിങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയേണ്ടി വരും. അല്ലാതെ അവിടെ ഒരു ഡിപ്ലോമസി നടക്കുന്ന കാര്യമല്ല. അല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ആ ബന്ധം മുറിഞ്ഞു പോവാതിരിക്കാൻ കാര്യം പറയുക, പക്ഷേ ഇതിങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും ഓരോ ആളുകളെ നമ്മൾ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും. അപ്പോൾ ഓരോ ആളുകളെ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാം. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞാലും ചില വ്യക്തികൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ കുറ്റം പറയുകയാണ് എന്നുള്ളത്, അവരുടെ ഭാഗത്തുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാവും. അപ്പോൾ നിങ്ങളത് ചെയ്തേ പറ്റൂ. പക്ഷേ അവർ ചിന്തിക്കുന്ന അവരുടെ പാട്ട് മാത്രമാണ്, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഷാർപ്പ് അനാലിസിസും ബാക്കി കെയർഫുള്ളായിട്ട് നോക്കിയും കണ്ടും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകും. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ താഴെ ഉണ്ടെങ്കിൽ അതേ ഇതിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ എന്താ പറയുക, നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ബന്ധങ്ങൾ പ്രൊഫഷനിൽ വരുമ്പോൾ അത് എഫക്റ്റഡ് ആവുന്നതാണ്. അല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതിൽ കണക്ട് ചെയ്ത് പോവുക. ചില ബന്ധങ്ങൾ ദേ ആർ നോട്ട് മെന്റ് ടു ബി ടുഗെദർ. അത് അത്രയേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കുക. അത് എളുപ്പമല്ല എന്നറിയാം. എന്നിരുന്നാലും ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, ഇനി നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലവേഴ്സ് എനർജിയാണ്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ആവാം. അതായത് പ്രണയം. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി മറ്റൊരു രാജ്യത്തെ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു കാസ്റ്റ്, വേറെ റിലീജിയനോ വേറെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിൽക്കുന്നോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ എന്ത് സിറ്റുവേഷനും ആവാം. അതായത് വ്യത്യസ്തത കൊണ്ട് നിങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഡ്യുവാലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് സിറ്റുവേഷനായിട്ട്, ഇപ്പോൾ ഇതൊരു പ്രണയമാണെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ലാതിരിക്കുന്ന ഒരു എനർജി ആവാം.
അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് ആണ് ഇസ് ദ കീ ഫോർ ആ ഒരു എന്താ പറയുക ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ എടുക്കേണ്ടതാണ് ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് റിലേഷൻഷിപ്പിലല്ലാത്ത സിറ്റുവേഷനും രണ്ട് തലത്തിൽ നിൽക്കുന്നവർ ചേർന്നിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, അത് പ്രൊഫഷണൽ പാർട്ട്ണർഷിപ്പ് പോവാം. അപ്പോൾ രണ്ടുപേരും രണ്ട് തലത്തിലാണ്, രണ്ട് കൾച്ചർ, പലതരത്തിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരായിരിക്കാം. അപ്പോൾ രണ്ട് തരത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾ ഒരുമിച്ച് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുക. അല്ലാതെ ആ വ്യത്യസ്തതകൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. അതായത് രണ്ടുപേരുടെയും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസം ആയിരിക്കാം. അപ്പോൾ രണ്ട് തലങ്ങളിലും നിൽക്കുന്നവർ ഒരുമിച്ച് ചേർന്നിട്ട് അത് ഒരു യൂണിയന് വേണ്ടിയിട്ട്, ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രാവർത്തികമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ച് പോകുന്നതായിരിക്കും ഹെൽപ്ഫുൾ. അല്ലാതെ ആ ഡിഫറൻസസ് ഒരു സെപ്പറേഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക. അത് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഡിസ്കസ് ചെയ്യേണ്ട. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ, അതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.